നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം അല്ലെ. നമ്മൾ കഴിഞ്ഞ ദിവസം ട്രാൻസ്ലേഷൻ പഠിച്ചിട്ടുണ്ടായിരുന്നു, ഒറ്റപ്പദങ്ങൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. ഇത് രണ്ടും വായിച്ചിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുകയാണ്. നമുക്ക് അടുത്ത സെക്ഷനിലേക്ക് കിടക്കാം. അടുത്തത് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് ശൈലികളും പഴഞ്ചൊല്ലുകളുമാണ്. ശൈലികളും പഴഞ്ചൊല്ലുകളും നോക്കാം. ഇവിടെ കുറച്ച് ശൈലികൾ നിങ്ങൾക്ക് ഓൾറെഡി ഞാൻ നിങ്ങൾക്ക് നോട്ട് തന്നിട്ടുണ്ട്. അതിൻ്റെ കൂടെ ജസ്റ്റ് ഒന്ന് ഒപ്പം വായിച്ചു പോവാം കേട്ടോ. ശ്ലോകത്തിൽ കഴിക്കുക. ശ്ലോകത്തിൽ കഴിക്കുക എന്ന് പറയുന്ന ശൈലി, അതിന്റെ അർത്ഥം എന്താണ്? ചുരുക്കി പറയുക. ഇത് എക്സാമിന് ചോദിച്ചു കണ്ടിട്ടുള്ള ചോദ്യമാണ്. ശ്ലോകത്തിൽ കഴിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചുരുക്കി പറയുക. അടുത്തത് ഇന്ദുലേഖ ഇല്ലെങ്കിൽ ദാസി. ഇന്ദുലേഖ ഇല്ലെങ്കിൽ ദാസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിചാരിച്ചത് കിട്ടിയില്ലെങ്കിൽ കിട്ടിയത് കൊണ്ട് തൃപ്തിപ്പെടുക. അടുത്തത് മുട്ടുശാന്തി. മുട്ടുശാന്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ താൽക്കാലികമായ പരിഹാരം. അടുത്ത് നോക്കൂ, ആനവായിൽ അമ്പഴങ്ങ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയ നേട്ടം. വലിയതാണ് എക്സ്പെക്ട് ചെയ്യുന്നത്, പക്ഷെ കിട്ടിയത് എന്താണ്? ചെറിയ നേട്ടമാണ്. അതുകൊണ്ട് ആനവായിൽ അമ്പഴങ്ങ എന്ന് പറയും. അടുത്തത് വെട്ടൊന്ന് മുറി രണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പറയാല്ലേ, അറുത്ത് മുറിച്ച് പറയുക. അതാണ് ഖണ്ഡിത മറുപടി എന്നത്. കറക്റ്റ് മലയാള വാക്കാണ് ഖണ്ഡിത മറുപടി. അടുത്ത് നോക്കൂ, കള്ളന് കഞ്ഞി വെച്ചവൻ എന്ന് പറഞ്ഞാൽ ആരെയും വഞ്ചിക്കാൻ കഴിയുമാണ്. കള്ളന് വരെ പറ്റിക്കും. അങ്ങനെയുള്ളവരെയാണ് കള്ളന് കഞ്ഞി വെച്ചവൻ എന്ന് പറയാം. അടുത്തത് അമ്പലം വിഴുങ്ങുക. അമ്പലം വിഴുകുക എന്ന് വെച്ച് കഴിഞ്ഞാൽ അമ്പലത്തിലിരിക്കുന്ന മൂർത്തിയിൽ ഉൾപ്പെടെ വിഴുങ്ങുകയാണ് എന്ന് പറഞ്ഞാൽ മുഴുവൻ കൊള്ളയടിക്കുക. കാക്കപ്പൊന്ന്. കാക്കപ്പൊന്ന് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിലയില്ലാത്ത വസ്തു, വിലകെട്ട വസ്തു. മർക്കടമുഷ്ടി എന്ന് പറഞ്ഞാൽ ഷാഡിയാണ്. അജഗജാന്തരം. അജം എന്ന് വെച്ചാൽ എന്താ? ആടാണ്. ഗജം എന്ന് പറഞ്ഞാൽ എന്താ? ആനയാണ്. ആനയും ആടും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ വ്യത്യാസം. അജഗജാന്തരം വലിയ വ്യത്യാസം. എലിയെ പേടിച്ച് ഇല്ലം ചുടുക. എലിയെ പേടിച്ച് ഇല്ലം ചുടുക. നിസാര കാര്യത്തിന് വലിയ നഷ്ടം വരുത്തുക. അതാണ് എലിയെ പേടിച്ച് ഇല്ലം ചുടുക എന്ന് പറയുന്നത്. അടുത്ത് നോക്കൂ, കടന്നൽ കൂട്ടിൽ കല്ലെറിയുക അല്ലെങ്കിൽ കാക്കക്കൂട്ടിൽ കല്ലെറിയുക. രണ്ടിന്റെ അർത്ഥം ഒന്ന് തന്നെയാണ്. അപകടം ക്ഷണിച്ചു വരുത്തുക. അടുത്ത് നോക്കൂ, കൂപമണ്ടൂകം. ഇത് കേട്ടിട്ടുണ്ടാവും. മണ്ടൂകം, കൂപമണ്ടൂകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്പജ്ഞൻ, വലിയ ജ്ഞാനൊന്നും ഇല്ലാത്തവൻ, അല്പജ്ഞൻ. ത്രിശങ്കു സ്വർഗം, അങ്ങും ഇങ്ങും ഇല്ലാത്ത അവസ്ഥ. സ്വർഗത്തിൽ എത്തിയുമില്ല, ഭൂമിയിലുമല്ല, അതിന്റെ ഇടയ്ക്കുള്ളൊരവസ്ഥ. ത്രിശങ്കു സ്വർഗം. അടുത്തത് കേമദ്രുമയോഗം. കേമദ്രുമയോഗം വലിയ ദൗർഭാഗ്യം. കാലുവാരുക, ചതിക്കുക. നമുക്കറിയാം അല്ലെ, കാലുവാരുക, ചതിക്കുക. കുംഭകോണം. നമ്മൾ പല കുംഭകോണങ്ങളെ കുറിച്ച് കേട്ടിട്ടുണ്ട്. കുംഭകോണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അഴിമതി. ആനച്ചന്തം, ആകെ പാടെയുള്ള അഴക്. കരിങ്കാലി, വർഗവഞ്ചകൻ. ആനമുട്ട നമ്മൾ കേട്ടിട്ടുണ്ട് അല്ലെ, ഇല്ലാത്ത വസ്തു. കോടാലി തൃശ്ശൂരുള്ളവർക്ക് പെട്ടെന്ന് അറിയാം. കോടാലി എന്ന് വെച്ചിട്ട് ഉപദ്രവകാരി. അക്കരപ്പച്ച, അകലെയുള്ളതിനെ പറ്റി ഭ്രമം. അക്കരപ്പച്ച എന്ന് വെച്ച് കഴിഞ്ഞാൽ അകലെയുള്ളതിനെ പറ്റി ഭ്രമം. ആളുമാറി കല്ലുവില എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആളിന്റെ പദവിക്കാണ് സ്ഥാനം. ആളുമാറി കല്ലുവില. ഇടുത്തി വീഴുക എന്ന് പറഞ്ഞാൽ എന്താ? കഠിന ഭയം അല്ലെങ്കിൽ വിചാരിക്കാത്ത ആപത്ത് വരിക. അടുത്ത് നോക്കൂ, കരതലാമലകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ വ്യക്തമായത്. കരതലാമലകം. പുസ്തകപ്പുഴു, എപ്പോഴും വായിച്ചുകൊണ്ടിരിക്കുന്നവൻ. ഇരുട്ടടി, ഇത് നമ്മൾ കേട്ടിട്ടുണ്ട്. ഇരുട്ടടി കിട്ടുക എന്ന് പറഞ്ഞാൽ എന്താ? അപ്രതീക്ഷിതമായ ഉപദ്രവം. വെളിച്ചപ്പാട് തുള്ളുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിറളി പിടിക്കുക. പൂച്ചയ്ക്ക് മണികെട്ടുക എന്നുള്ളതിന്റെ മീനിങ് എന്താ? അവിവേകമായ ഉദ്യമത്തിൽ ഏർപ്പെടുക. അർദ്ധരാത്രിക്ക് കൂടെ പിടിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അസ്ഥാനത്തിൽ ആഡംബരം കാണിക്കുക. അസ്ഥാനത്തിൽ ആഡംബരം കാണിക്കുക. അടുത്ത നോക്കൂ, അഗ്നിപരീക്ഷ, അതീവ ക്ലേശകരമായ പരീക്ഷണം. അസുരവിത്ത്, ദുഷ്ടസന്തതി.
ആചന്ദ്ര താരം എക്കാലവും, ഏട്ടിലെ പശു പ്രയോജന ശൂന്യം, ഇരട്ടത്താപ്പ് പക്ഷപാതം. നമുക്കറിയാലേ ഇരട്ടത്താപ്പ് കാണിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പക്ഷപാതം കാണിക്കുക. ഉരുളക്കുപ്പേരി കൊടുക്കുക എന്ന് പറഞ്ഞാൽ തക്ക മറുപടി കൊടുക്കുക. ഓണം കേറാൻ മൂലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തനി കുഗ്രാമം അല്ലെങ്കിൽ അപരിഷ്കൃത മേഖല. കടലാസ് പുലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിസാരനായ ഒരു വ്യക്തി. കണ്ടകശനി കൊണ്ടേ പോകുന്ന കേട്ടുണ്ട് അല്ലെ. വലിയ കഷ്ടകാലമാണ് കണ്ടകശനി എന്ന് പറയുന്നത്. കല്ല് കടിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അസുഖകരമായി പരിണമിക്കുക. അതായത് നന്നായിട്ട് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇടയ്ക്ക് കല്ലടിച്ചു കഴിഞ്ഞാൽ എന്തുണ്ടാവും? ഒരു സുഖം ഉണ്ടാവില്ല അല്ലെ. അതുപോലെ കല്ല് കടിക്കുക എന്നുള്ളത് അസുഖകരമായി പരിണമിക്കുക. കറവപ്പശു എന്ന് പറഞ്ഞാൽ ലാഭമുള്ള വസ്തു. ധൃതരാഷ്ട്രാലിംഗനം, ഉള്ളിൽ പക വെച്ച് സ്നേഹം പ്രകടിപ്പിക്കുന്നതിനാണ് ധൃതരാഷ്ട്രാലിംഗനം എന്ന് പറയാം. ഉണ്ട ചോറിൽ കല്ലിടുക, നന്ദികേട് കാണിക്കുക. നമ്മൾ ഈ PDF-നകത്ത് പല സ്ഥലങ്ങളിലും നന്ദികേട് കാണിക്കുക എന്നുള്ളതിന്റെ പല പല പ്രയോഗങ്ങളും കാണുന്നുണ്ട് കേട്ടോ. ഉണ്ട ചോറിൽ കല്ലിടുക, നന്ദികേട് കാണിക്കുക. സുഗ്രീവാജ്ഞ, നീക്കുപോക്കില്ലാത്തത്. ഭഗീരഥ പ്രയത്നം, സ്വദേശമായ കഠിന പ്രയത്നം, നല്ല ഉദ്ദേശത്തോട് കൂടിയിട്ടുള്ള കഠിന പ്രയത്നം. താപ്പാന, പരിചയസമ്പന്നൻ. ഇലവു കാത്ത കിളി എന്ന് പറഞ്ഞാൽ ഫലമില്ലാതെ കാത്തിരിക്കുക, ഇലവു കാത്ത കിളി. കായംകുളം വാൾ, രണ്ടു വശത്തും ചേരുന്നവനെയാണ് കായംകുളം വാൾ എന്ന് പറയാം. രാജയോഗം വരാന്ന് പറഞ്ഞാൽ എന്താ? മഹാഭാഗ്യം വരാം. നാന്തി കുറിക്കുക എന്ന് പറഞ്ഞാൽ ആരംഭിക്കുക. നാന്തി കുറിക്കുക എന്ന് പറഞ്ഞാൽ ആരംഭിക്കുക. നൂലാമാല, കുഴപ്പം. നൂലാമാല കേട്ടിട്ടുണ്ട് അല്ലെ. കടലിൽ കായം കലക്കുക എന്ന് പറഞ്ഞാൽ നിഷ്ഫലമായ പ്രവൃത്തി. ഐരാവതം, വിശിഷ്ട വസ്തു. കുടത്തിലെ വിളക്ക്, പുറത്തറിയാത്ത യോഗ്യത. കുടത്തിലെ വിളക്ക്, പുറത്തറിയാത്ത യോഗ്യത. അപ്പൊ നമ്മളിപ്പോ ഏകദേശം ഒരു 3 പേജോളം വായിച്ചിട്ടുണ്ട്. ഈ 3 പേജ് ഒന്ന് എല്ലാവരും ഒരു തവണ ഒന്ന് വായിച്ചേ. എന്നിട്ട് നമുക്ക് അടുത്ത സെക്ഷനിലേക്ക് കിടക്കാം. എല്ലാവരും ഒരു തവണ ഒന്ന് വായിക്കാം കേട്ടോ. എല്ലാവരും വായിച്ചു എന്ന് വിചാരിക്കുകയാണ്. കണ്ടിന്യൂ ചെയ്യാലോ അല്ലെ. അടുത്ത നോക്കൂ. നട്ടെല്ലു വളയുക എന്ന് പറഞ്ഞാൽ കീഴ്വഴങ്ങുക. 60-ാം കാലം എന്ന് വെച്ചാൽ വാർദ്ധക്യായി. കര പിടിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രക്ഷ പ്രാപിക്കുക. അന്യം വരിക, അന്യം നിന്ന് പോവാന്നൊക്കെ കേട്ടിട്ടുണ്ട് അല്ലെ. എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? അവകാശം ഇല്ലാതാകുക. തണ്ട് തപ്പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വഷളൻ. തണ്ട് തപ്പി വഷളൻ. പടല പിണങ്ങുക, അടിയോടെ തെറ്റുക. ഇത് ചോദിച്ചു കണ്ടിട്ടുണ്ട്. പടല പിണങ്ങുക, അടിയോടെ തെറ്റുക. ചിരട്ട എടുപ്പിക്കുക, ദാരിദ്ര്യം ഉണ്ടാക്കുക. മുയൽ കൊമ്പ്, ഇല്ലാത്ത വസ്തു. മുയൽ കൊമ്പ്, ഇല്ലാത്ത വസ്തു. അരണബുദ്ധി എന്ന് പറഞ്ഞാൽ എന്താ? പെട്ടെന്ന് മറന്നു പോകുന്ന സ്വഭാവമാണ് അരണബുദ്ധി. അരക്കൈ നോക്കുക എന്ന് പറഞ്ഞാൽ പരീക്ഷിച്ച് നോക്കുക. നമുക്ക് അറിയില്ല, പക്ഷെ ട്രൈ ചെയ്ത് നോക്കാണ്. അരക്കൈ നോക്കുക, പരീക്ഷിക്കുക. അതരാനുകമ്പ എന്ന് പറഞ്ഞാൽ വാക്കി മാത്രം അനുകമ്പ. അതരം വാക്ക് എന്നുള്ള അർത്ഥത്തിൽ നോക്കിയാൽ മതി. അതരം വായാണല്ലോ അതരം. വായിൽ നിന്ന് എന്താ വരുന്ന? വാക്ക്. വാക്കിൽ മാത്രമുള്ള അനുകമ്പയാണ് അതരാനുകമ്പ. കണ്ണുരുട്ടി കാണിക്കുക എന്ന് പറഞ്ഞാൽ എന്താ? ഭീഷണിപ്പെടുത്തുക. കരിണീ പ്രസവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപൂർവമായ സംഭവം. കാട് കയറുക എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? വിഷയത്തിൽ നിന്നും മാറുക. കാട് കയറുക, വിഷയത്തിൽ നിന്നും മാറുക. കെട്ടും മട്ടും, രൂപവും ഭാവവും. കേളി കൊട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പരസ്യപ്പെടുത്തുക. കൊള്ളിവാക്ക് എന്ന് പറഞ്ഞാൽ എന്താണ്? കുത്തുവാക്ക് പറയുക, കൊള്ളിവാക്ക്. കുളം കോരുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നശിപ്പിക്കുക. കുളം കോരുക എന്ന് പറഞ്ഞാൽ നശിപ്പിക്കുക. ഹരിശ്ചന്ദ്രൻ എന്ന് പറഞ്ഞാൽ ആരാ? സത്യവാനാണ്. സിംഹാവലോകനം എന്ന് പറഞ്ഞാൽ ആകെ കൂടി നോക്കുക. ശതകം ചൊല്ലിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിഷമിപ്പിക്കുക. ശതകം ചൊല്ലിക്കുക, വിഷമിപ്പിക്കുക. ഇത് മുമ്പത്തെ ഒരു എക്സാമിന് ചോദിച്ചിട്ടുള്ളതാണ്. ശതകം ചൊല്ലിക്കുക എന്ന് പറഞ്ഞാൽ വിഷമിപ്പിക്കുക. വളം വെച്ച് കൊടുക്കുക എന്ന് പറഞ്ഞാൽ പ്രേരിപ്പിക്കുക. ഗണപതി കല്യാണം എന്ന് പറഞ്ഞാൽ നടക്കാത്ത കാര്യം. ഇരുതലമൂരി എന്ന് പറഞ്ഞാൽ യഷ്ണിക്കാരൻ. കാലു മാറുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിലപാട് മാറുക. ഭരതവാക്യം ചൊല്ലുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവസാനിപ്പിക്കുക. ഇത് ഒരു തവണ ചോദിച്ചിട്ടുണ്ടായേ. ഭരതവാക്യം ചൊല്ലുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവസാനിപ്പിക്കുക. അടുത്തത് മുഖത്ത് കരി തേക്കുക. നമ്മൾ കരി വാരി തേക്കുക എന്ന് പറയില്ലേ? എന്തിനാണ്? നാണക്കേട് ഉണ്ടാക്കുന്നതിന് പറയുന്നതാണ്. വനരോധനം, ഫലമില്ലാത്ത അപേക്ഷ. ഊഴിയം നടത്തുക എന്ന് പറഞ്ഞാൽ എന്താണ്? ആത്മാർത്ഥത ഇല്ലാതെ പ്രവർത്തിക്കുക. ഇതും ഒരു തവണ ചോദിച്ചിട്ടുണ്ടായിരുന്നേ. ഊഴിയം നടത്തുക, ആത്മാർത്ഥതയില്ലാതെ പ്രവർത്തിക്കുക. ആലത്തൂർ കാക്ക എന്ന് പറഞ്ഞാൽ ആശിച്ച് കാലം കഴിക്കുന്നവനെയാണ് ആലത്തൂർ കാക്ക എന്ന് പറയുന്നത്. മൊന്തൻ പഴം, കൊള്ളാത്തവൻ. പുളിശ്ശേരി കുടിപ്പിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിഷമിപ്പിക്കുക. മഞ്ഞളിക്കുക, കണ്ണു മഞ്ഞളിക്കുക എന്നൊക്കെ കേട്ടിട്ടുണ്ട് അല്ലെ. മഞ്ഞളിക്കുക എന്ന് വെച്ചാൽ ലജ്ജിക്കുക. എരുമത്തലയൻ
എരുമത്തലൈ എന്ന് വെച്ച് കഴിഞ്ഞാൽ വലിയ വിഡ്ഢി എന്നാണ്. പകിട 12 വീഴുക. കബഡി പണ്ട് ഈ കളിക്കുമ്പോൾ പകിട 12 എന്ന് പറഞ്ഞ് വീഴിക്കുന്ന ഒരു സാധനം ഉണ്ടല്ലോ. 12 വീഴാന്ന് പറഞ്ഞാൽ നന്മ വരാന്നർത്ഥം. അടുത്ത നോക്കൂ, നാരകത്തിൽ കയറ്റുക. നാരകത്തിന് മുള്ളുകളുണ്ട് അല്ലെ. മുള്ളിൽ കയറ്റുക, മുള്ളുള്ള മരത്തുമ കയറ്റുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുകഴ്ത്തി അപകടത്തിലാക്കുക. അകമടങ്ങുക എന്ന് പറഞ്ഞാൽ അടങ്ങിയിരിക്കുക. അകത്തമ്മ ചമയുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇല്ലാത്ത മേന്മ നടിക്കുക കേട്ടോ. അകത്തമ്മ ചമയുക എന്ന് വെച്ചാൽ വീട്ടിലെ വലിയ കാർന്നവരാണ് ഭാവിക്കുന്നത്. അകത്തടിപ്പിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനസ്സ് വെക്കുക. അകത്തൊതുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉള്ളിലാക്കുക. ഓക്കെ, അടുത്ത നോക്കാം. അകംപുറം അറിയുക എന്ന് പറഞ്ഞാൽ തിരിച്ചറിയുക. അകംപുറം അറിയുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതാണ് അകം ഏതാണ് പുറന്ന് തിരിച്ചറിയുക. അകംപുറം ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചതിക്കുക. അകൈതവ പ്രയോഗം എന്ന് പറഞ്ഞാൽ ചതിയില്ലാത്ത പ്രവൃത്തി. ചതിയില്ലാത്ത പ്രവൃത്തി. അക്കരെ പറ്റുക എന്ന് പറഞ്ഞാൽ എന്താ? വിഷമഘട്ടം തരണം ചെയ്യുക. അങ്കുലീകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്കുലീന്ന് വെച്ച് വരില്ല എന്നറിയാലോ അല്ലെ. അങ്കുലീകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീരെ ചെറിയ വസ്തു. അങ്ങാടി നമ്പൂതിരി എന്ന് പറഞ്ഞാൽ അലഞ്ഞു തിരിയുന്ന ആൾ. അങ്ങാടിപ്പാട്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? നാട്ടുവർത്തമാനം. അടുക്കള കാണുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉള്ളുകള്ളി അറിയുക. അടുപ്പിലെറിയുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൈവെടിയുക. ഇനി അട്ടക്കാല് പിടിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്? ചതിക്കുക. അട്ടക്കാല് പിടിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചതിക്കുക. അണ കടന്ന വെള്ളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അണക്കെട്ട് പൊട്ടി പോകുന്ന വെള്ളത്തിന് എന്താ പ്രത്യേകത? കൈവിട്ടുപോയി, ഇനൊന്നും ചെയ്യാനില്ല അല്ലെ. അപ്പൊ അണ കടന്ന വെള്ളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൈവിട്ടുപോയത്. അത്തൽപ്പെടുക എന്ന് പറഞ്ഞാൽ വിഷമിക്കുക. അത്താഴം മുടക്കി എന്ന് പറഞ്ഞാൽ തടസ്സം വരുത്തുന്നത്. അത്താണി കാണുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആശ്വാസം ലഭിക്കുക. അത്തും പുത്തും പറയുക എന്ന് പറഞ്ഞാൽ പരസ്പര ബന്ധം വിട്ടുപറയുക. അന്നമിട്ട വീട്ടിൽ കന്നമിടുക, നന്ദികേട് കാണിക്കുക. ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു PDF കുറച്ചധികം ഭാഗത്ത് നന്ദികേട് കാണിക്കുക എന്നുള്ളതിന് പല പല വാക്കുകൾ കാണാം. ഇത് തൊട്ട് മുമ്പ് ഒരു നന്ദികേട് കാണിക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് ഏതായിരുന്നു വാക്ക്? നന്ദികേട് കാണിക്കുക. ഉണ്ടചോറിൽ കല്ലിടുക, അതായിരുന്നു അല്ലെ. ഉണ്ടചോറിൽ കല്ലിടുക. അതുപോലെയുള്ള മറ്റൊരു ശൈലിയാണ് അന്നമിട്ട വീട്ടിൽ കന്നമിടുക. അടുത്ത നോക്കൂ, അമരം പിടിക്കുക എന്ന് പറഞ്ഞാൽ ചുക്കാൻ പിടിക്കുക. അമരം തെറ്റുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപകടത്തിലാവുക. ഇനി അമ്പയിടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിലവിളിക്കുക. അമ്പ് വിഴുങ്ങുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ കുഴപ്പത്തിലാവുക. ഓക്കെ, ഇപ്പൊ നമ്മളൊരു 3 പേജ് കൂടി കവർ ചെയ്തിട്ടുണ്ട്. ഇപ്പൊ പേജ് നമ്പർ 3 തുടങ്ങി 6 വരെ, 4, 5, 6 3 പേജുകളൊന്ന് വായിച്ചേ. എന്നിട്ട് നമുക്ക് അടുത്തത് കണ്ടിന്യൂ ചെയ്യാം. എല്ലാവരും വായിച്ചല്ലോ അല്ലെ. അടുത്ത പേജുകളിലേക്ക് കിടക്കാം. അടുത്ത നോക്കൂ, അമ്മയെ തല്ലിയാലും 2 പക്ഷം. ഏത് കാര്യത്തിലും 2 അഭിപ്രായം വരുന്നതിനെയാണ് പറയുന്നത്. അയഞ്ഞ കമ്പിളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഭിപ്രായ സ്ഥിരതയില്ലാത്തവൻ. അയഞ്ഞ കമ്പിളി ചോദിക്കാറുണ്ട്. അയഞ്ഞ കമ്പിളി അഭിപ്രായ സ്ഥിരത ഇല്ലാത്തവൻ. അരയും തലയും മുറുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തയ്യാറാവുക. അറം വരുത്തുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്തം വരുത്തുക, അല്ലെങ്കിൽ അറം പറ്റുക എന്നൊക്കെ പറയാറുണ്ട്. അരിയറ്റു പോവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മരിക്കുക. അവതാളത്തിലാകുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപകടത്തിലാകുക. അഷ്ടബന്ധം ഉറപ്പിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൃഢനിശ്ചയം ചെയ്യുക. അത് നമ്മൾ സ്ഥിരം കേൾക്കുന്ന ഒരു വാക്കാണ്. അറുത്ത കൈക്ക് ഉപ്പ് തേക്കാത്തവൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലുബ്ധൻ, പിശുക്കൻ. ആകാശ കുസുമം ഇല്ലാത്ത വസ്തു. ആകാശ കോടാലി വിചാരിക്കാത്ത ആപത്ത്. ആകാശക്കോട്ട മനോരാജ്യം. ആകാശം ഇടിയുക എന്ന് പറഞ്ഞാൽ എന്താണ്? വലിയ ആപത്ത് നേരിടുക. അടുത്ത നോക്കൂ, ആ ചന്ദ്രാർക്കം എന്ന് പറഞ്ഞാൽ എന്താ? എന്നേക്കും. ആടയ്ക്കും കോടയ്ക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ കാലങ്ങളിലും. ഇനി ആടി കടത്തുക എന്ന് പറഞ്ഞാൽ പാടെ ഉപേക്ഷിക്കുക. ആണി ഇളകുക. ആണി ഇളകുക എന്ന് പറഞ്ഞാൽ എന്താണ്? ഭ്രാന്ത് പിടിക്കുക. ആസനം താങ്ങുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആശ്രയിക്കുക. ആസനം കാട്ടുക എന്ന് പറഞ്ഞാൽ അപമാനിക്കുക. ആൾ പൂവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദാസനാകുക. ഇനി ആഴം നോക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറിവ് പരിശോധിക്കുക. ഇത് നമ്മൾ കേട്ടിട്ടുള്ള ഒരു പ്രയോഗമാണ് ഇഞ്ചി കടിച്ച പറഞ്ഞു എന്ന് പറഞ്ഞാൽ കോപിച്ചവൻ. ഇടത്തു വെക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്രദക്ഷിണമായി. സാധാരണ പ്രദക്ഷിണം ചെയ്യുന്നത് വലത്തേക്കാണ്. ഇടത്തു വെക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്രദക്ഷിണമായി. ഇടം കൊടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിലകെടുക. ഇനി ഇടിച്ചു പറയുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപലപിക്കുക. ഇടിയേറ്റ പാമ്പ്, ഇടി കേട്ട പാമ്പ് എന്ന് പറഞ്ഞാൽ ഭയപ്പെട്ടവൻ.
ഇടി കേട്ട മയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സന്തുഷ്ടൻ. മയിലിന് ഇടി കേൾക്കുന്ന സന്തോഷമാണ്, കാരണം മയിൽ നൃത്തം ചെയ്യുന്ന സമയമാണത്. ഇടി കേട്ട പാമ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാമ്പിന് അത് പേടിയാണ്. ഇനി ഇടി വെട്ടിയ മരം പോലെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്തംഭിച്ച അവസ്ഥ. അടുത്തത് ഇട്ട കൈക്ക് കടിക്കുക. ഇട്ട കൈക്ക് കടിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നന്ദികേട് കാണിക്കുക. നമ്മളിതിപ്പോ മൂന്നാമത്തെയാണ് നന്ദികേട് കാണിക്കുക എന്നുള്ളത്. 1, 2 ഏതാണെന്ന് പറയാൻ പറ്റുമോ? 1ഉം 2ഉം 1ഉം 2ഉം ഏതായിരുന്നു? ഒന്നാമത്തെ ഉണ്ട ചോറിൽ കല്ലിടുക. ആ, ഒരെണ്ണം കൂടി ഉണ്ടായിരുന്നല്ലോ, അന്നമിട്ട വീട്ടിൽ കന്നമിടുക. അന്നമിട്ട വീട്ടിൽ കന്നമിടുക. അതിന്റെ കൂടി ഇപ്പൊ ഒരെണ്ണം കൂടി ആയില്ല, ഇട്ട കൈക്ക് കടിക്കുക എന്ന് പറഞ്ഞാലും എന്ത് തന്നെയാണ്? നന്ദികേട് കാണിക്കുക. അടുത്ത് നോക്കൂ, ഇത്തിൽ പിടിക്കുക, നാശഹേതു ബാധിക്കുക. ഇര വിഴുങ്ങിയ പാമ്പ്. ഇര വിഴുങ്ങിയ പാമ്പ് എന്ത് ചെയ്യാ? അനങ്ങാണ്ട് അവിടെ കിടക്കും അല്ലെ? ഇര വിഴുങ്ങിയ പാമ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അനക്കമില്ലാത്ത. ഈറാൻ ചൊല്ലുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരി വെക്കുക. ഈറാൻ ചൊല്ലുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരി വെക്കുക. ഉചിതം കെടുത്തുക എന്ന് പറഞ്ഞാൽ അപമാനിക്കുക. ഉച്ചക്കടിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഉച്ചയ്ക്ക് അടിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശിക്ഷിക്കുക. ഉച്ചയ്ക്ക് അടിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശിക്ഷിക്കുക. തലയുടെ ഉച്ചയ്ക്ക് അടിക്കുക എന്ന് പറയുമല്ലോ, ഉച്ചയ്ക്ക് അടിക്കുക എന്ന് പറഞ്ഞാൽ ശിക്ഷിക്കുക. ഉപ്പില്ല സംസാരം എന്ന് പറഞ്ഞാൽ ഇത് രുചിക്കാത്ത വാക്ക്. അടുത്തത് ഉഴലൂർ ദേവസ്വം എന്ന് പറഞ്ഞാൽ അലഞ്ഞു തിരിഞ്ഞ് നടപ്പ്. ഓക്കെ, അലഞ്ഞു നടപ്പ്. ഉഴുന്നരച്ച അമ്മി പോലെ. അമ്മി ഉഴുന്നും അരച്ച എന്താണ്ടാവുക? മൊത്തം കുഴഞ്ഞിരിക്കും അല്ലെ? കുഴഞ്ഞ മട്ടിൽ. അടുത്തത് ഏകാദശി നോക്കുക എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? പട്ടിണി കിടക്കുക. ഏകാദശി നോക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പട്ടിണി കിടക്കുക. അടുത്തത് ഏട് കെട്ടുക. ഏട് കെട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പഠിത്തം അവസാനിപ്പിക്കുക എന്നാണ്. ഏട് കെട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവസാനിപ്പിക്കുക. ഏണി ചാരുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? സഹായിക്കുക. ഏണി വലിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചതിക്കുക. ഒട്ടകപക്ഷി നയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കണ്ണടച്ച് ഇരുട്ടാക്കുന്ന പ്രകൃതം. ഒട്ടകപക്ഷിയുടെ നയം കണ്ണടച്ച് ഇരുട്ടാക്കുക. അടുത്തത് കണ്ടക്ഷോഭം ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രയോജനമില്ലാതെ സംസാരിക്കുക. കന്നന്തിരിവ് കാണിക്കുക എന്ന് പറയാറുണ്ട് അല്ലെ? കന്നന്തിരിവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തെമ്മാടിത്തരം. അടുത്തത് കാട് കാട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേണ്ടാത്തനം പ്രവർത്തിക്കുക. കാർക്കോടക നയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാർക്കോടക നയം എന്ന് പറഞ്ഞാൽ രക്ഷിക്കുന്നവനെ ദ്രോഹിക്കുന്ന നയം. കിണ്ണം മുട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിളംബരം ചെയ്യുക. നമ്മളിങ്ങനെ പാത്രത്തിൽ മുട്ടൂലോ, എന്തിനു വേണ്ടിയിട്ടാണ്? വിളംബരം ചെയ്യാൻ വേണ്ടിയിട്ട്. അതാണ് കിണ്ണം മുട്ടുക. കുതികാൽ വെട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചതിയൻ. ചതിക്കാണല്ലോ കുതികാൽ വെട്ടുന്നത്. അടുത്തത് കുളത്തിലെ വിളവ് എന്ന് പറഞ്ഞാൽ പ്രസരിപ്പില്ലാത്തവൻ. നിരക്ഷര കുക്ഷി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിദ്യാഭ്യാസം ഇല്ലാത്തവൻ. കുഴിയിൽ വീണവനെ കല്ലെറിയുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആപത്തിൽപ്പെട്ടവനെ കൂടുതൽ ദ്രോഹിക്കുക. കൈമണി അടിക്കുക എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? സേവിക്കുക. കൊണ്ട കെട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൂടി വെക്കുക. ഇനി കോഴിക്ക് മുല വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അസംഭവ്യമായത് സംഭവിക്കുക. കോഴി ഉറക്കം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലഘുനിദ്ര. കോഴി പിടിക്കുക എന്ന് പറഞ്ഞാൽ രാത്രിയിൽ രഹസ്യക്കാരിയെ തേടി പോവുക. ഗോപി തൊടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലക്ഷ്യം പിഴയ്ക്കുക, അതായത് ഉദ്ദേശം ഫലവത്തായില്ല. ഇനി ചക്രം ചവിട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിഷമിക്കുക. അപ്പൊ നമ്മൾ പേജ് നമ്പർ 9 എത്തിയിട്ടുണ്ട്. അപ്പൊ 7, 8, 9 ഈ 3 പേജുകളൊന്ന് വായിച്ചേ. 7, 8, 9 3 പേജുകളൊന്ന് വായിക്കാം. എന്നിട്ട് നമ്മൾ അടുത്ത പോർഷൻ കണ്ടിന്യൂ ചെയ്യും. വായിച്ചിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുകയാണ്. അടുത്ത പേജിലേക്ക് പോവാണ്. ചവിട്ടി തേക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്? നിസ്സാരമായി ഗണിച്ച് പെരുമാറുക. ചവിട്ടി തേക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിസ്സാരമായി ഗണിച്ച് പെരുമാറുക. ഇനി അടുത്തത് ചാട്ടയിൽ കയറ്റുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കബളിപ്പിക്കുക കേട്ടോ. മുഖസ്തുതി ചെയ്ത് കബളിപ്പിക്കുക. ചാട്ടയിൽ കയറ്റുക. ഇവിടെ ഒരു കായില്ല കേട്ടോ, അത് എഴുതിയാൽ എന്തോ മിസ്റ്റേക്ക് വന്ന. ശരിയാക്കിയിട്ടയക്കാം. ചാട്ടയിൽ കയറ്റുക. ഇനി മുഖസ്തുതി ചെയ്ത് കബളിപ്പിക്കുക. അടുത്തത് നോക്കുക. ചിരട്ട എടുക്കുക എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ദരിദ്രനാകുക. ചിരട്ട എടുക്കുക എന്ന് പറഞ്ഞാൽ ദരിദ്രനാകുക. ചൂട്ട് പിടിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൂട്ടു നിൽക്കുക.
താളി പിഴിയുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദാസ്യപ്രവൃത്തി ചെയ്യാന്നാണ് അർത്ഥം. താളി പിഴിയുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദാസ്യപ്രവൃത്തി ചെയ്യുക. അടുത്തത് ദുര്യോധന സ്വർഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്പകാലം നിലനിൽക്കുന്ന ഭാഗ്യം. അല്പകാലം നിലനിൽക്കുന്ന ഭാഗ്യം. വെള്ളം നിറച്ച കുടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? അന്തസ്സാരമുള്ളവൻ. അന്തസ്സാരമുള്ളവൻ. ഇനി കറുത്ത കൊടുവേലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നീലക്കൊടുവേലി എന്നൊക്കെ കേട്ടിട്ടുണ്ട് അല്ലെ? കറുത്ത കൊടുവേലി എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? കിട്ടാത്ത വസ്തു അല്ലെങ്കിൽ സാങ്കല്പിക വസ്തു. അടുത്തത് പച്ച ചിരി ചിരിക്കുക. പച്ച ചിരി ചിരിക്കുക എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? പച്ച ചിരി ചിരിക്കുക വിഡ്ഢിയാക്കുക. ഓക്കെ, വിഡ്ഢിയാക്കുക എന്നാണ് അർത്ഥം. ഇനി പടയിലെ കൂട എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിസാര കാര്യം. പടയിലെ കൂട. അടുത്തത് നോക്കാം. പടം കൊട്ടുക, കാട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പറഞ്ഞു ചതിക്കുക. പുലിപ്പാല് വൈഷമ്യമുള്ള കാര്യം. പുലിപ്പാല് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കിട്ടാൻ എളുപ്പമല്ല അല്ലെ? പുലിപ്പാല് അതുപോലെ വൈഷമ്യമുള്ള കാര്യം. അഷ്ടമത്തിൽ ശനി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ കഷ്ടകാലം. അഷ്ടമത്തിൽ ശനി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ കഷ്ടകാലം. ഇനി നിലാവത്ത് അഴിച്ചു വിട്ട കോഴിയെ പോലെ എന്ന് പറഞ്ഞാൽ എന്താണ്? നിലാവത്ത് അഴിച്ചു വിട്ട കോഴിയെ പോലെ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? എന്ന് പറഞ്ഞാൽ സ്ഥലകാല ബോധമില്ലാതെ നടക്കുക അല്ലെ? സ്ഥലകാല ബോധമില്ലാതെ നടക്കുക. ഇനി കയ്യിൽ നിന്ന് വീണാൽ എടുക്കാം, വായിൽ നിന്ന് വീണാൽ എടുത്തുകൂടാ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? സംസാരിക്കുന്നത് സൂക്ഷിച്ചു വേണം അല്ലെ? സൂക്ഷിച്ച് സംസാരിക്കണം. ഓക്കെ, അടുത്ത നോക്കൂ. വായറിയാതെ പറഞ്ഞാൽ ചെവി അറിയാതെ കൊള്ളും. വായറിയാതെ പറഞ്ഞാൽ ചെവി അറിയാതെ കൊള്ളും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പറയുന്ന വാക്കുകൾ സൂക്ഷിച്ചുപയോഗിക്കുക. ഇനി അടുത്ത നോക്കൂ. തലമുടിയുള്ളവർക്ക് രണ്ടു പുറവും തിരിച്ചു കെട്ടാം. തലമുടിയുള്ളവർക്ക് രണ്ടു പുറവും വേണമെങ്കിൽ തിരിച്ചു കെട്ടാം എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഉള്ളവന് എങ്ങനെ വേണമെങ്കിലും ജീവിക്കാം. പൈസ ഉള്ളവന് എങ്ങനെ വേണമെങ്കിലും ജീവിക്കാം. ഇനി അടുത്ത ചിലപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഉണ്ടാവില്ല, അപ്പൊ ഒന്ന് വെറുതെ നോക്കാട്ടാ. വിശപ്പിന് കറിയും വേണ്ട, ഉറക്കത്തിന് പായയും വേണ്ട എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ആവശ്യക്കാരന് ഔചിത്യമില്ല നമ്മൾ പറയാറുണ്ട് അല്ലെ? ആവശ്യക്കാരന് എന്തില്ല? ഔചിത്യമില്ല. അതിനെ നമ്മൾ പറയുന്ന ഒരു പ്രയോഗമാണ് വിശപ്പിന് കറിയും വേണ്ട, ഉറക്കത്തിന് പായയും വേണ്ട. അടുത്ത നോക്കിക്കോളൂ. കാറ്റ് നന്നെങ്കിൽ കല്ലും പറക്കും. കാറ്റ് നല്ലതാണെങ്കിൽ കല്ലും പറക്കും എന്ന് പറഞ്ഞാൽ എന്താ? ആഗ്രഹം അത്രയ്ക്ക് ശക്തമാണെന്നുണ്ടെങ്കിൽ എന്ത് നടക്കും? എന്ത് കാര്യം വേണമെങ്കിലും നമുക്ക് നേടിയെടുക്കാൻ പറ്റും. അടുത്ത നോക്കൂ. കട്ടിൽ ചെറുതെങ്കിലും കട്ടിൽ ചെറുതെങ്കിലും 4 കാല് വേണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാര്യം എത്ര ചെറുതാണെങ്കിലും അതിനെന്ത് വേണം? ഒരു ബേസ് വേണം. അല്ലാതെ വെറുതെ നമുക്ക് എന്താവാൻ പറ്റില്ല, കട്ടില് ഉണ്ടാക്കാൻ പറ്റില്ല. 4 കാല് വേണമല്ലോ, അല്ലെങ്കിൽ താഴെ വീഴില്ലേ? അടുത്ത നോക്കൂ. നാട് ഓടുമ്പോൾ നടുവേ ഓടണം എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? സാഹചര്യത്തിനനുസരിച്ച് പ്രവർത്തിക്കുക. സാഹചര്യത്തിനനുസരിച്ച് പ്രവർത്തിക്കുക. അടുത്തത് അതിമോഹം ചക്രം ചവിട്ടും. അതിമോഹം ചക്രം ചവിട്ടും എന്ന് പറഞ്ഞാൽ എന്താണ്? അതിമോഹം ചക്രം ചവിട്ടും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്യാഗ്രഹം ആപത്ത് വരുത്തിവെക്കും. അത്യാഗ്രഹം ആപത്ത് വരുത്തിവെക്കും. അടുത്ത് നോക്കൂ. 1000 കണ്ണു പൊട്ടിച്ചേ അര വൈദ്യനാകൂ. 1000 കണ്ണു പൊട്ടിച്ചേ അര വൈദ്യനാകൂ. എന്റെ അർത്ഥം എന്താ? പരിശീലനത്തിലൂടെ എന്താകാൻ പറ്റൂ? പ്രഗത്ഭനാകാൻ പറ്റുള്ളൂ. പരിശീലനത്തിലൂടെ പ്രഗത്ഭനാകാൻ കഴിയുള്ളൂ. അടുത്ത നോക്കാം. ആനയെ കാണാനും വെള്ളെഴുത്തോ. ആനയെ കാണാനും വെള്ളെഴുത്തോ എന്ന് പറഞ്ഞാൽ എന്താ അതിന്റെ മീനിങ്?
വ്യക്തമായി അറിയാവുന്ന കാര്യങ്ങളും അറിയില്ല എന്ന് നടിക്കുക. വ്യക്തമായി അറിയാവുന്ന കാര്യങ്ങളും അറിവില്ല എന്ന് നടിക്കുക. ആനയെ കാണാനും വെള്ളെഴുത്ത്. വെള്ളെഴുത്ത് എന്ന് പറഞ്ഞാൽ എന്താ? വെള്ളെഴുത്ത് വെള്ളെഴുത്ത് കണ്ണിന് വരുന്നൊരു അസുഖമാണ്. പ്രായമാകുമ്പോ കണ്ണിന്റെ കൃഷ്ണമണിക്ക് ചുറ്റും ഒരു വെള്ള കളർ വരും അല്ലെ? അതാണ് വെള്ളെഴുത്ത്. ഇനി കറക്റ്റ് സയന്റിഫിക് വാക്ക് വേറെ പലതും ഉണ്ട്. എന്നാലും വെള്ളെഴുത്ത് എന്നാണ് സാധാരണ നമ്മൾ ഉപയോഗിക്കുന്ന കോമൺ പ്രയോഗം കേട്ടോ. അപ്പൊ ആനയെ കാണാനും വെള്ളെഴുത്തോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വ്യക്തമായി അറിയാവുന്ന കാര്യങ്ങളും അറിയില്ല എന്നങ്ങോട്ട് നടിക്കുക. അതെന്തിനു വേണ്ടിയിട്ടാ? മെനക്കെടാൻ കഴിയാത്തതുകൊണ്ട്. അടുത്ത നോക്കൂ. എള്ളിട തെറ്റിയാൽ വില്ലിട തെറ്റും. എള്ളിട തെറ്റിയാൽ വില്ലിട തെറ്റും. ചെറിയൊരു അശ്രദ്ധ വലിയൊരു അപകടത്തെ സൃഷ്ടിക്കും. ചെറിയൊരു അശ്രദ്ധ വലിയ അപകടത്തെ സൃഷ്ടിക്കും. അടുത്ത് നോക്കൂ. കടയ്ക്കൽ നനച്ചാലേ തലയ്ക്കൽ പൊടിക്കൂ എന്ന് പറഞ്ഞാൽ എന്താ? കടയ്ക്ക് വെള്ളം ഒഴിച്ചാലാണ് മുകളിൽ ഇല ഉണ്ടാവുള്ളൂ അല്ലെ? അതായത് ശരിയായ പ്രവൃത്തിക്ക് ശരിയായ ഫലം ലഭിക്കാവൂ അല്ലെങ്കിൽ ഫലം ലഭിക്കൂ. അടുത്ത നോക്കൂ. കൊണ്ടോടിയാൽ കുരണ്ടിയും ദൈവം. കൊണ്ടോടിയാൽ കുരണ്ടിയും ദൈവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അർഹത അനുസരിച്ച് സ്ഥാനമാനങ്ങൾ നൽകാവൂ. അർഹത അനുസരിച്ച് സ്ഥാനമാനങ്ങൾ നൽകാവൂ. അടുത്ത നോക്കൂ. ചേരയെ തിന്നുന്ന നാട്ടിൽ ചെന്നാൽ എന്ത് തിന്നണം? നടുത്തുണ്ടം തിന്നണം എന്ന് പറഞ്ഞാൽ എന്താണ്? സാഹചര്യത്തിനനുസരിച്ച് പ്രവർത്തിക്കുക. സാഹചര്യത്തിനനുസരിച്ച് പ്രവർത്തിക്കുക. എവിടെയാണോ നിൽക്കുന്നത് അവിടുത്തെ സാഹചര്യം അനുസരിച്ച് പ്രവർത്തിക്കുക. അടുത്ത നോക്കൂ. ഞെക്കി പഴുപ്പിച്ച പഴം പോലെ. ഞെക്കി പഴുപ്പിച്ച പഴം പോലെ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? നിർബന്ധിച്ച് ചെയ്യിപ്പിക്കുന്നതാണ്. അടുത്ത നോക്കൂ. നായയായി പിറന്നാലും തറവാട്ടി പിറക്കണം എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? അഭിമാനമാണ് ഏറ്റവും വലുത്. തറവാടിന്റെ പേര് വലിയ കാര്യമാണ് കേട്ടോ. അതുകൊണ്ട് നായയെ കാണുമ്പോൾ കല്ല് കാണില്ല എന്ന് പറഞ്ഞാൽ എന്താ? കല്ലെറിയണം നായനെ കാണുമ്പോ. പക്ഷെ നായനെ കാണുമ്പോ എന്ത് കാണില്ല? കല്ല് കാണില്ല. അപ്പോ ആവശ്യ സമയത്ത് ഉദ്ദേശിച്ചത് ലഭിക്കില്ല എന്നർത്ഥം. അടുത്ത നോക്കൂ. പണം നോക്കിന് മുഖം നോക്കില്ല. അതിന്റെ മീനിങ് എന്താ? അതിന്റെ മീനിങ് പണത്തിന് മുമ്പില് ബന്ധുമിത്രാദികൾ ഇല്ല. അതാണ് പണം നോക്കിന് മുഖം നോക്കില്ല എന്ന് പറയുന്നത്. ഇനി നോക്കിയേ. അടുത്തത്. എടുത്തു ചാടിയ പൂച്ച എലിയെ പിടിക്കില്ല എന്ന് പറഞ്ഞ അതിന്റെ മീനിങ് എന്തായിരിക്കും? എടുത്തുചാട്ടം പ്രതീക്ഷിച്ച ഫലം നൽകില്ല. എടുത്തുചാട്ടം പ്രതീക്ഷിച്ച ഫലം നൽകില്ല. അടുത്ത നോക്കിക്കോളൂ. എടുത്തു നടക്കുന്നവന്റെ മുഖത്ത് അടിക്കരുത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സഹായിച്ചവൻ എന്ത് ചെയ്യാൻ പാടില്ല? സഹായിച്ചവൻ എന്ത് ചെയ്യാൻ പാടില്ല? ദ്രോഹിക്കാൻ പാടില്ല. അടുത്ത നോക്കൂ. എലിയുടെ കുഞ്ഞും നെല്ലെ തൊലിക്കൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എലിയുടെ കുഞ്ഞിന് എന്തേ ആവശ്യമുള്ളൂ? നെല്ല് ആവശ്യമുള്ളൂ. അപ്പൊ എലിയുടെ കുഞ്ഞായാൽ പോലും അതിന് എന്താണ് ആവശ്യം? നെല്ലാണ് ആവശ്യം. അത് പാരമ്പര്യ ഗുണത്തെയാണ് സൂചിപ്പിക്കുന്നത്. അടുത്ത നോക്കാം കേട്ടോ. കണ്ടത് പറഞ്ഞാൽ കഞ്ഞി കിട്ടില്ല. കണ്ടത് പറഞ്ഞാൽ എന്ത് കിട്ടില്ല? കഞ്ഞി കിട്ടില്ല. അതുകൊണ്ടായിരിക്കും അങ്ങനെ പറയണേ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒറ്റപ്പെടും അല്ലെങ്കിൽ തഴയപ്പെടും. അടുത്തത്. കാലത്തിനനുസരിച്ച് കോലം കെട്ടുക എന്ന് പറയും അല്ലെ? കാലത്തിനൊത്ത് കോലം കെട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാഹചര്യം അനുസരിച്ച് ജീവിക്കണം. സാഹചര്യം അനുസരിച്ച് ജീവിക്കണം. അടുത്ത നോക്കൂ. പണമില്ലാത്ത പുരുഷൻ മണമില്ലാത്ത പൂവ് പോലെ. പണമില്ലാത്ത പുരുഷൻ മണമില്ലാത്ത പൂവ് പോലെ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം?
വിലയില്ലാത്ത അവസ്ഥ. പണം ഉണ്ടെങ്കിലേ വിലയുള്ളൂ. അതിനെ സിംബോളിക്കലി എഴുതിയിരിക്കുന്നതാണ് അത്. അടുത്തത് പുത്തരിയിൽ കല്ല് കടിച്ച പോലെ എന്ന് പറഞ്ഞാൽ പുതിയ അരിയിൽ കല്ല് കടിച്ചു എന്ന് പറഞ്ഞാൽ ആരംഭത്തിൽ തന്നെ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകുക. അടുത്ത് നോക്കൂ, തൊണ്ടൽ പഴുത്താൽ വിഴുങ്ങുക തന്നെ എന്ന് പറഞ്ഞാൽ നിസ്സഹായാവസ്ഥയാണ്. തൊണ്ടയിലാണ് പഴുപ്പ്. തൊണ്ടയില് പഴുത്താൽ എന്തേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ? വിഴുങ്ങാനേ നിവൃത്തിയുള്ളൂ. തൊണ്ടയിൽ പഴുത്താൽ എന്നാണ്. ഇത് കറക്റ്റ് ചെയ്യാൻ പറ്റുമോ നോക്കട്ടെ. തൊണ്ടയിൽ പഴുത്താൽ വിഴുങ്ങുക തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിസ്സഹായാവസ്ഥയാണ് കേട്ടോ അവിടെ കാണിക്കുന്നത്. അടുത്ത നോക്കൂ, ഇല്ലത്തു നിന്ന് പുറപ്പെടുകയും ചെയ്തു അമ്മാത്തോട്ട് എത്തിയതുമില്ല. ഇല്ലത്തു നിന്ന് പുറപ്പെടുകയും ചെയ്തു അമ്മാത്തോട്ട് എത്തിയതുമില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൂർത്തീകരിക്കാത്ത പ്രവൃത്തി, പാതി വഴിയിൽ പെട്ടുപോവാ. അടുത്തത് അപ്പ കാണുന്നവനെ അപ്പ എന്ന് വിളിക്കരുത് എന്ന് പറഞ്ഞാൽ എന്താ? അവസരവാദി ആവരുതെന്ന്. അല്ലെങ്കിൽ അപ്പ എന്ന് വിളിക്കുന്നവൻ എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. അപ്പ കാണുന്നവനെ അപ്പ എന്ന് വിളിക്കരുതെന്ന്. അടുത്തത് ചത്ത പശുവിന് മുക്കുടം പാൽ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും എന്റെ അർത്ഥം? ചത്ത പശുവിന് മുക്കുടം പാൽ, കഴിഞ്ഞു പോയതിന്റെ മഹത്വം പറയുക, അതാണ് അതിന്റെ അർത്ഥം. അടുത്ത നോക്കൂ, കക്കാൻ പോകുമ്പോ കൂവരുത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില പ്രവൃത്തികൾക്ക് ഒരു രഹസ്യ സ്വഭാവമുണ്ട്. ആ രഹസ്യ സ്വഭാവം കീപ്പ് ചെയ്യണം. അടുത്ത നോക്കൂ, കടഞ്ഞാൽ കിട്ടാത്ത വെണ്ണ കുടഞ്ഞാൽ കിട്ടുമോ? കടഞ്ഞാൽ കിട്ടാത്ത വെണ്ണ കുടഞ്ഞാൽ കിട്ടുമോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കിട്ടാത്ത വസ്തുവിന് വേണ്ടി നമ്മൾ വെറുതെ പരിശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അടുത്തത് കടിച്ചതുമില്ല പിടിച്ചതുമില്ല എന്ന് പറഞ്ഞാൽ എന്താ? ഒന്നുമില്ലാത്ത അവസ്ഥ. നമ്മൾ ഈ ഉത്തരത്തില് ഉള്ളത് കിട്ടിയതുമില്ല, കഷത്തിൽ നിന്ന് പോയി ചെയ്തു എന്ന് പറയാറുണ്ടല്ലോ. അടുത്തത് കണ്ണടച്ചിരുട്ടാക്കരുത് എന്ന് പറഞ്ഞാൽ എന്താ? അറിയില്ലെന്ന ഭാവം വേണ്ട. അടുത്ത് നോക്കുക, കടലിലെ തിരയടങ്ങിയാലും നാവടങ്ങില്ല എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? അധികമായ സംസാരം, അധികമായ സംസാരം. അടുത്തത് കടമൊഴിഞ്ഞാൽ ഭയം ഒഴിഞ്ഞു. കടമൊഴിഞ്ഞാൽ ഭയം ഒഴിഞ്ഞു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാധ്യത തീർന്നാൽ ജീവിതം എന്താണ്? സുഖകരമാണ്. ബാധ്യത തീർന്നാൽ ജീവിതം സുഖകരം. അടുത്തത് കായുള്ള മാവിലെ കല്ലെറിയൂ. കായുള്ള മാവിലെ കല്ലെറിയൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തെങ്കിലും ചെയ്യണവർക്ക് എന്ത് കേൾക്കുള്ളൂ? വിമർശനം കേൾക്കൂ. അടുത്തത് കേളി കൊട്ടുക. കേളി കൊട്ടുക എന്ന് പറഞ്ഞാൽ എന്താണ്? പരസ്യപ്പെടുത്തുക. കേളി കൊട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പരസ്യപ്പെടുത്തുക. ഇത് ഒരു തവണ എക്സാമിന് ചോദിച്ചിട്ടുണ്ടായിരുന്നാണ്. കേളി കൊട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പരസ്യപ്പെടുത്തുക. ഇനി കച്ച കെട്ടുക എന്ന് കേട്ടിട്ടുണ്ട് അല്ലെ? കച്ച കെട്ടുക. കച്ച കെട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ അർത്ഥം? തയ്യാറാകുക, കച്ച കെട്ടി ഇറങ്ങുക എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. അടുത്തത് കലാശം ചവിട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവസാനിപ്പിക്കുക. കലാശം ചവിട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവസാനിപ്പിക്കുക. ധനാശി പാടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാലും അവസാനിപ്പിക്കുക എന്നാണ്. ധനാശി പാടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാലും അവസാനിപ്പിക്കുക. ഇനി ശിങ്കിടി പാടുക എന്ന് പറയും. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റു പറയുക, അനുകൂലിക്കുക. ഈ ധനാശി പാടുക എന്നുള്ളത് ഒരു തവണ എക്സാമിന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ധനാശി പാടുക, അവസാനിപ്പിക്കുക. ശിങ്കിടി പാടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റു പറയുക അല്ലെങ്കിൽ അനുകൂലിക്കുക. ഇനി നമ്മൾ ഓൾറെഡി മുമ്പ് ഒരു തവണ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നാന്തി കുറിക്കുക എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? ആരംഭിക്കുക. ഭരതവാക്യം ചൊല്ലുക എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? ഭരതവാക്യം ചൊല്ലുക, അത് അവസാനിപ്പിക്കുക എന്നായിരുന്നു. അവസാനിപ്പിക്കുക.
അടുത്ത നമ്മൾ കേൾക്കാധികം ചാൻസ് ഇല്ലാത്തതാണ്. നോക്കൂ, പഞ്ചായത്ത് പറയുക എന്ന് പറഞ്ഞാൽ എന്താണ്? പഞ്ചായത്ത് പറയുക എന്ന് പറഞ്ഞാൽ മാധ്യസ്ഥം പറയുക. ഇനി പട കണ്ട കുതിര എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിഭ്രമം കാണിക്കുന്നവൻ. വിഭ്രമം കാണിക്കുന്നവൻ. അടുത്ത് നോക്കിക്കോളൂ, 11-ാം മണിക്കൂർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവസാന സമയം. 11-ാം മണിക്കൂർ എന്ന് വെച്ച് കഴിഞ്ഞാൽ അവസാന സമയം. ഉദകം ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ദാനം ചെയ്യുക. ഉദകം ചെയ്യുക, ദാനം ചെയ്യുക. ഇനി ഉള്ളംകൈ നെല്ലിക്ക എന്ന് കേട്ടിട്ടുണ്ടോ? ഉള്ളംകൈ നെല്ലിക്ക. ഉള്ളംകൈ നെല്ലിക്ക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിസ്പഷ്ടം എന്നാണ് അർത്ഥം. ഉള്ളംകൈ നെല്ലിക്ക എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിസ്പഷ്ടം. അടുത്തത് ഉള്ളം കലങ്ങുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വ്യാകുലപ്പെടുക. ഉള്ളം കലങ്ങുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വ്യാകുലപ്പെടുക. അടുത്തത് ഉറിയിൽ കയറ്റുക. ഉറിയിൽ കയറ്റുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പറ്റിച്ച് അബദ്ധത്തിൽ ചാടിക്കുക. നമ്മൾ പറഞ്ഞു പറ്റിച്ച് ചാടിക്കുക എന്ന് പറയില്ലേ, അങ്ങനെ. അടുത്തത് ഊതി പറപ്പിക്കുക. ഊതി പറപ്പിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിഷ്പ്രയാസം തോൽപ്പിക്കുക. ഊതി പറപ്പിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ നിഷ്പ്രയാസം തോൽപ്പിക്കുക. അടുത്തത് ഊർധ്വഗതിയെ പ്രാപിക്കുക. ഊർധ്വഗതി എന്ന് പറഞ്ഞാൽ എന്താ? പെട്ടെന്ന് പെട്ടെന്ന് മുന്നോട്ട് പോവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നശിക്കാറാകുക എന്നർത്ഥം. നശിക്കാറാകുക. അടുത്തത് നെയ്യിൽ കൈമുക്കുക. പണ്ടുണ്ടായിരുന്ന ഒരു ഈ ഒരു ആചാരം പോലെയായിരുന്നു. അതായത് ഇപ്പൊ മോഷ്ടിച്ചു എന്നൊക്കെ പറഞ്ഞ് കുറ്റമേറ്റ് അല്ലെങ്കിൽ ആരോപിക്കപ്പെട്ടവര് സാധാരണ ചെയ്യുന്ന ഒരു സാധനമാണ് ചൂടുള്ള നെയ്യിൽ കൈമുക്കിക്കുക. അത് സത്യം ചെയ്യുക എന്നാണ് കേട്ടോ. ഇനി അടുത്ത് നോക്കൂ, അരിയറ്റ് പോവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മരിക്കുക എന്നാണ്. അരിയറ്റ് പോവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മരിക്കുക. അരിയറ്റ് പോവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മരിക്കുക. ഇനി അടുത്ത് നോക്കൂ, കണിയാനെ പിടിച്ച് തെങ്ങി കയറ്റുക. കണിയാന്റെ പണി എന്താണ്? ഗണിക്കുക എന്നുള്ളതാണ് അല്ലെ. അയാളെ പിടിച്ച് തെങ്ങിൽ കയറ്റി എന്തായിരിക്കും? പരിചയമില്ലാത്ത പണി ഏൽപ്പിക്കുകയാണ് അല്ലെ. അപ്പൊ അതിന്റെ അർത്ഥം പരിചയമില്ലാത്ത പ്രവൃത്തി ഏൽപ്പിക്കുക. അടുത്ത നോക്കിക്കോളൂ, ഗജനി മീലനം. ഗജനി മീലനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കണ്ടാലും കണ്ടില്ലെന്ന നാട്യം. അതിനെയാണ് ഗജനി മീലനം എന്ന് പറയുന്നത്. അടുത്ത് നോക്കുക, കാക്ക മലന്ന് പറക്കാന്ന് പറയും അല്ലെ. കാക്ക മലന്ന് പറക്കാന്ന് പറഞ്ഞാൽ എന്താ? അസംഭവ്യമായ കാര്യം. അസംഭവ്യമായ കാര്യം. ഇപ്പൊ നടക്കാത്ത കാര്യം നമുക്ക് തന്നെ അറിയാം. അടുത്ത് നോക്കുക, കുത്തിവെച്ച പാവ. കുത്തിവെച്ച പാവ. കുത്തിവെച്ച പാവ എന്ന് പറഞ്ഞാൽ എന്താ? ചൈതന്യമില്ലാത്ത ആൾ. ചൈതന്യം ഇല്ലാത്ത ആൾ. അടുത്തത് ഗതാനുഗതിക ന്യായം. ഗതാനുഗതിക ന്യായം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അനുകരണശീലം. ഗതാനുഗതിക ന്യായം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അനുകരണശീലം. അടുത്തത് ഗളഹസ്തം ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുറത്താക്കുക. ഗളഹസ്തം ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുറത്താക്കുക. അടുത്തത് ചരട് മുറുക്കുക. ചരട് മുറുക്കുക എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ചരട് മുറുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വഴക്ക് ശക്തിപ്പെടുത്തുക എന്നർത്ഥം. വഴക്ക് ശക്തിപ്പെടുത്തുക. ഇനി അടുത്ത് നോക്കിക്കോളൂ, ചന്ദ്രഹാസം എടുക്കുക എന്ന് പറഞ്ഞാൽ ശണ്ടയ്ക്ക് ഒരുങ്ങുക. ചന്ദ്രഹാസം എടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശണ്ടയ്ക്ക് ഒരുങ്ങുക. ഇനി അടുത്തത് ചരട് പിടിക്കുക. ചരട് പിടിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നയിക്കുക. ഇനി ചൂണ്ടിക്കൊണ്ട് പോകുക. നമ്മള് ചൂണ്ടുക എന്നൊക്കെ ലോക്കൽ ലാംഗ്വേജ് പറയാറുണ്ട്. ചൂണ്ടിക്കൊണ്ട് പോകുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപഹരിക്കുക, അടിച്ചു മാറ്റുക. അടുത്തത് ഏകമയം പരബ്രഹ്മം. പരബ്രഹ്മം, ഏകമയം പരബ്രഹ്മം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വ്യത്യസ്ത ഭാവമില്ലായ്മ. വ്യത്യസ്ത ഭാവമില്ലായ്മ. മയക്കൊരു മാ പോലെ അല്ലെ. അടുത്തത് കീരിയും പാമ്പും പോലെ. കീരിയും പാമ്പും പോലെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ കാലത്തും ശത്രുവിനെ പോലെ പെരുമാറുന്ന അവസ്ഥ. എല്ലാ കാലവും ശത്രുവിനെ പോലെ പെരുമാറുന്നു. കഴിയാറായിട്ടോ നമ്മുടെ. അടുത്ത നോക്കുക, കുതിരയില്ലാത്ത നാട്ടിൽ
കഴുത. കുതിര ഇല്ലാത്ത നാട്ടിൽ കഴുതയ്ക്ക് എന്തായിരിക്കും റോള്? കുതിര ചെയ്യണ എല്ലാ പണിയും ആര് ചെയ്യും? കഴുത ചെയ്യും. അപ്പൊ അതിന്റെ മീനിങ് എന്താ? മഹാന്മാരില്ലാത്തിടത്ത് അല്പന്മാർ പ്രമാണികളാകും. കുതിര ഇല്ലാത്ത നാട്ടിൽ കഴുത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മഹാന്മാര് ഇല്ലാത്ത നാട്ടില് അല്പന്മാര് എന്താകും? പ്രമാണികളാകും. അപ്പൊ ഇത്രയാണ് നമ്മൾ സ്ഥിരം എക്സാമിന് ചോദിച്ചു കണ്ടിരിക്കുന്ന ശൈലികൾ. ഓക്കെ, ഇത് ഏകദേശം എത്ര പേജ് ഉണ്ട്? 15 പേജോളം ഉണ്ട് കേട്ടോ. അപ്പൊ നമ്മള് 10-12 പേജോളം വായിച്ചിട്ടുണ്ടായിരുന്നു. ബാക്കി ഞാനിപ്പോ നിങ്ങൾക്ക് അയച്ചു തരാം. എല്ലാവരും ഒന്ന് വായിക്കാം കേട്ടോ. വായിച്ചതിന് ശേഷം അതിലേതെങ്കിലും ഒന്നുകൂടി പറയണമെന്നുണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞാൽ മതി, നമുക്കത് റിപ്പീറ്റ് ചെയ്യാം. അപ്പോ ഗ്രൂപ്പിലേക്ക് ഇട്ടിട്ടുണ്ട്, എല്ലാവരും ഒന്ന് വായിച്ചു നോക്കണേ. വായിച്ചു നോക്കിയിട്ട് ക്ലിയർ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ക്ലാസ് വൈൻഡപ്പ് ചെയ്യാം.